ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവു നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവു നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയാ എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്തു മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവവചനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ബാറാസിറായുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഹൃദയ സന്തോഷമാണ് മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ഒന്നാഴമായി നാം ധ്യാനിച്ചാൽ വളരെ ലളിതമായ ഒരു ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഹൃദയത്തിൽ അനുഭവിക്കുന്ന സന്തോഷം, അതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്ന വചനം ഈ സമയം ഹൃദയത്തിൽ കടന്നു വരികയാണ്. ലോകത്തിൽ നേടുന്നതല്ല ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത്, മറിച്ച് അവനെ സന്തോഷിപ്പിക്കുന്നത് ഹൃദയം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം. ഇത് സാധൂകരിക്കുന്ന വചനഭാഗമാണ് 16-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നിന്റെ സന്നിധിയിൽ സമ്പൂർണ്ണ ആനന്ദമുണ്ട് എന്ന്. പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ 4-ാം അധ്യായം 4-ാം തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഈ ഒരു ഘടകം കൊണ്ടാണ്. കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുക എന്നുള്ള തിരുവചനം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഈ ലോകത്ത് നേടുന്ന പദവിയോ പ്രശസ്തിയോ പണമോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ലൗകികമായിരിക്കുന്ന നേട്ടങ്ങളോ ഒന്നുമല്ല അവൻ്റെ ജീവിതമെന്ന് പറയുന്നത്. അവൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ അവൻ എവിടെ നിന്ന് പുറപ്പെട്ടു വന്നുവോ അവിടേക്ക് താൻ അയച്ചവൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെട്ട് കണക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവനായി എത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്തപ്പെടുവാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. താലന്തുകളുടെ ഉപമ നാം പഠിച്ചിട്ടുണ്ട്. 5 കൊടുത്തവനും 2 കൊടുത്തവനും 1 കൊടുത്തവനും എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളതിനെ ഇംഗ്ലീഷിൽ ടാലൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 5 ടാലൻസ് ലഭിച്ചവൻ 5 ടാലൻ്റ് കൂടി വർദ്ധിപ്പിക്കുവാനും, 2 ടാലൻ്റ് കിട്ടിയവൻ 2 ടാലൻ്റ് കൂടി വർദ്ധിപ്പിക്കുവാനും ശ്രമിച്ചു. അവരതിൽ വിജയിച്ചു. 1 കിട്ടിയവൻ 1 യജമാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുഴിച്ചു മൂടുവാനാണ് ശ്രദ്ധിച്ചത്. നമുക്ക് ലഭിച്ച ടാലൻസ് അത് വർദ്ധിപ്പിക്കുവാൻ നാം പരിശ്രമിക്കണം. അത് മറ്റുള്ളവരെ ഹനിച്ചുകൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടോ മറ്റുള്ളവരുടെ അപഹരിച്ചുകൊണ്ടോ ആയിരിക്കുകയുമരുത് എന്ന് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ ടാലൻറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോഴും ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ല, ഞാൻ മറ്റുള്ളവരുടെ ഒന്നും അപഹരിക്കുവാൻ പരിശ്രമിക്കുന്നില്ല, ഞാൻ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥമായ ഒരു വർധനവ് വരുത്തിയ ഒരു മനുഷ്യനായി മാറ്റപ്പെടുക. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എബ്രഹാം ലിങ്കനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വളരെയധികം ബൈബിളിനോട് താല്പര്യമുണ്ടായിരുന്ന, ബൈബിൾ വചനങ്ങൾ ഏറെ വായിക്കുവാൻ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ ദിവസവും വായിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു
എബ്രഹാം ലിങ്കൺ. വളരെയധികം ബോഡി ഷെയ്മിങ്ങിന് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൺ. ഒരിക്കൽ അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീറ്റിങ്ങിനിടയിൽ അദ്ദേഹം ഇടയ്ക്ക് മുഖം തുടയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടവലിൽ മുഖം തുടച്ച് അദ്ദേഹം ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്തേക്ക് പോകുവാനായിട്ട് ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അദ്ദേഹം താൻ തുടച്ചുകൊണ്ടിരുന്ന തുവാല മേശയുടെ പുറത്ത് വെച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുവാലയിൽ ഒരു കുരങ്ങിൻ്റെ പടം വരച്ചു വച്ചിരിക്കുന്നു. എല്ലാവരും അദ്ദേഹം ഈ തുവാലയെ നോക്കി എന്തു പ്രതികരിക്കും എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുകയാണ്. ഈ തുവാല വിടർത്തുന്നത് കണ്ട്, കുരങ്ങിൻ്റെ പടം കണ്ട് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഈ പടം വരച്ചു വെച്ചൊരു ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പുകാർ അദ്ദേഹത്തെ പരിഹസിക്കുകയും ചിരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്: ആരാണ് എൻ്റെ തുവാല എടുത്ത് മുഖം തുടച്ചത്? ചിരിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും ലജ്ജിച്ച് തല താഴ്ത്തുവാനായിട്ട് ഇടവരികയാണ്. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് സംസാരിക്കും എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വചനം തരും, ജ്ഞാനം തരും. ദിവസവും സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്ന എബ്രഹാം ലിങ്കനെ വാസ്തവത്തിൽ തൻ്റെ മനസ്സ് തളർന്നു പോകാതെ, തൻ്റെ ഹൃദയത്തിലെ സന്തോഷം നഷ്ടപ്പെടാതെ, തൻ്റെ ഹൃദയവിചാരങ്ങൾ ലൗകിക ചിന്തകൾക്ക് അടിപ്പെടുത്തുവാൻ ഇടകൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം തോന്നുവാൻ ഇടവരാതെ ആ ഒരു വിഷയത്തെ വളരെ ലളിതമായും പക്വമായും അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുവാനായിട്ട് ഇടവരികയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ലോകം അതിൻ്റെ ഏറ്റവും മ്ലേച്ഛവും ഏറ്റവും ക്രൂരവും ഏറ്റവും ലൗകിക ജഡീക ചിന്തകളിൽ ആഴത്തിൽ നിറഞ്ഞ് കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടോ ഹൃദയം കൊണ്ട് സന്തോഷിക്കുവാൻ? നമ്മുടെ മനസ്സ് ദൈവത്തിൽ നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തു ഇങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്: എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനുമാണ് ഞാൻ ഇത് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുവാൻ വചനമായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. വചനം നമ്മെ നയിക്കുവാനും നാം ആഴത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ വചനം അതിന് നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ചേർത്ത് നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂമി, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻ ഹൃദയം.